നമസ്കാരം. ജീവൻ ടി വിയുടെ മന്ത്രിയോടൊപ്പം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് മന്ത്രിയോടൊപ്പം എന്ന അതിഥിയായി എത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ CPM-ൻ്റെ കരുത്തനായ ശക്തനായ നേതാവും സംസ്ഥാനത്തെ സഹകരണ മന്ത്രിയുമായ ശ്രീ VN വാസവനാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. വളരെ കാലത്തെ രാഷ്ട്രീയ പൈതൃകമുണ്ട്, പാരമ്പര്യമുണ്ട്, മികച്ചൊരു സംഘാടകനൊക്കെയാണ്. ഇത്തവണ വളരെ ഭരണ തുടർച്ചയായ രണ്ടാം പിണറായി സർക്കാരിൽ കരുത്തനായ ഒരു മന്ത്രിസ്ഥാനവും കിട്ടി. എന്താണ് പറയാനുള്ളത്? ആദ്യ ഒരു പ്രതികരണം. ഇതുവരെ എൻ്റെ പ്രസ്ഥാനം എന്നെ ഏൽപ്പിച്ച ചുമതലകളൊക്കെ തന്നെ ആത്മാർത്ഥമായും സത്യസന്ധമായും ലക്ഷ്യബോധത്തിലൂന്നിന്നും വിജയം കൈവരിക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട്. കൂടുതൽ ഉത്തരവാദിത്തങ്ങളേക്കുമ്പോൾ കൂടുതൽ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ഏൽപ്പിച്ച ചുമതലകളും അത്തരത്തിൽ ആത്മാർത്ഥമായി സത്യസന്ധമായി ലക്ഷ്യബോധത്തിലൂന്നിന്ന് പ്രവർത്തിക്കും. ഇടതുപക്ഷ ജനാധിപത്യത്തിനുണ്ട് പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന ഈ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. അതെല്ലാം തന്നെ സമയബന്ധിതമായി നടപ്പിലാക്കാൻ പരിശ്രമിക്കും. ഈ മേഖലയെ കൂടുതൽ കുറ്റമറ്റതാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും. ആദ്യം കുറച്ച് പ്രാദേശിക കാര്യങ്ങളിലൊക്കെ സംസാരിച്ച് നമുക്ക് പുതിയ വകുപ്പിലോട്ടൊക്കെ വരാം. കോട്ടയം എന്നും ഒരു എന്താ പറയുക, UDF-ൻ്റെയൊക്കെ അടിയുറച്ച ഒരു കോട്ടയായിരുന്നു. അങ്ങായിരുന്നു ലാസ്റ്റ് വർഷങ്ങളായി അവിടുത്തെ പാർട്ടിയുടെ അമരക്കാരൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. സംഘടനയെ മികച്ച നിലയിൽ കൊണ്ടുവന്നു. ജോസ് കെ മാണിയുടെ പ്രവേശനം ഉൾപ്പെടെ കൊണ്ടുവന്നു. അവിടെ ഒരു വൻ വിജയം ഉണ്ടാക്കാൻ എങ്ങനെ സാധിച്ചു? മധ്യ തിരുവിതാംകൂറിൽ പൊതുവെ UDF-ൻ്റെ കോട്ടയെന്നാണ് കഴിഞ്ഞ കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്നത്. ആ കോട്ട തകർക്കാൻ ഈ കാലഘട്ടത്തിൽ നല്ല ശ്രമങ്ങൾ ഞങ്ങൾ നടത്തി. അത് നല്ല വിജയം കണ്ടു. പൊതുവിൽ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ബഹുജനാടിത്തറ വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായി കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തെ കൂടി ഇടതുപക്ഷ ജനാധിപത്യങ്ങളിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി പാർട്ടി നയപരമായ തീരുമാനമെടുത്തു. അത് പ്രാവർത്തികമാക്കുന്ന രംഗത്ത് ആ ജില്ലയിൽ ചെയ്യേണ്ട എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റെടുക്കാൻ ഞങ്ങൾ ജില്ലാ കമ്മിറ്റി മുന്നോട്ട് വന്നിരുന്നു. അത് വിജയം കണ്ടപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിലായിരുന്നു ആദ്യത്തെ പരീക്ഷണം. ആ പരീക്ഷണത്തിൽ UDF-ൻ്റെ കോട്ടകളെല്ലാം തകർത്ത് 71 ഗ്രാമപഞ്ചായത്തിൽ 50 LDF പിടിച്ചു. 11 ബ്ലോക്ക് പഞ്ചായത്തിൽ 10 LDF പിടിച്ചു. ഒരെണ്ണം UDF-ന് കിട്ടി. അതുപോലെ ജില്ലാ പഞ്ചായത്തിൽ 22-ൽ 14 ഇടതുപക്ഷ ജനാധിപത്യത്തിന് ജയിച്ചു. 7 എണ്ണേ UDF-ന് കിട്ടിയുള്ളൂ. ഒരെണ്ണം സ്വതന്ത്രമാണ്. നമ്പർ ഓഫ് വോട്ട് എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 6% വർധനവ് ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിനുണ്ടായി. ഇതോടെ UDF-ൻ്റെ കഴിഞ്ഞകാല അവകാശവാദങ്ങൾ അസ്ഥാനത്തായി എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ മണ്ഡലത്തിൽ പോലും ഇടതുപക്ഷ ജനാധിപത്യമുന്നണി വൻ ഭൂരിപക്ഷം നേടുകയും 8 പഞ്ചായത്തിൽ 6 പഞ്ചായത്തും ഇടതുപക്ഷ ജനാധിപത്യമുന്നണി വിജയം കൈവരിക്കുകയും ചെയ്തു. ഇപ്പോൾ 6 പഞ്ചായത്തും ഭരിക്കുന്നത് LDF-ആണ്. അത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലും കണ്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിൻ്റെ ബാക്കി പത്രം. അപ്പോൾ ജില്ലയിൽ അഭൂതപൂർവമായൊരു മുന്നേറ്റമാണ് ഇടതുപക്ഷത്തിന് ഈ സമീപകാലത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അത് നിശ്ചയദാർഢ്യത്തോടെയും ലക്ഷ്യബോധത്തോടെയും ഞങ്ങൾ ആവിഷ്കരിച്ച രാഷ്ട്രീയ നയങ്ങളുടെ പ്രതിഫലനമാണ്. അതിൻ്റെ വിജയകരമായ പര്യവസാനമാണ് ഈ രൂപത്തിൽ നല്ല റിസൾട്ടോടുകൂടി ആ നയം വിജയിക്കുന്ന സ്ഥിതി എത്തിയിട്ടുള്ളത്. ഈ ജോസ് കെ മാണിയെ മുന്നണിയിൽ എത്തിക്കുവാൻ ഒരു പ്രധാന പങ്ക് വഹിച്ചത് അങ്ങാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ശരിയാണെന്ന് വയ്ക്കുന്ന ഒരു ഫലവുമാണ് ഇപ്പോൾ ഒരു മധുരമുള്ളൊരു വിജയം. അതിലേക്കായി എന്തായിരുന്നു അങ്ങയുടെ ഒരു സംഭാവന? അല്ല, അതിൽ ജോസ് കെ മാണിയെ കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രധാനമായും തീരുമാനമെടുത്തത് പാർട്ടി സംസ്ഥാന നേതൃത്വം തന്നെയാണ്. അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ അംഗീകാരത്തോടു കൂടി. പിന്നെ അവരെ ഈ മുന്നണിയിലേക്ക് പ്രവേശിപ്പിക്കാൻ സഹായകരമായ രൂപത്തിൽ അവരുമായൊരു സൗഹൃദം പങ്കിട്ട് യോജിച്ച പ്രവർത്തനങ്ങൾ ചില മേഖലകളിലൊക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ പ്രാദേശികമായി ഞങ്ങൾ പരിശ്രമിച്ചിരുന്നു. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റിൻ്റെ പാർട്ടി കോൺഗ്രസ് എടുത്ത അതിപ്രധാനമായൊരു തീരുമാനം കോൺഗ്രസിനെയും BJP-യും പരാജയപ്പെടുത്താൻ മറ്റ് മതനിരപേക്ഷ കക്ഷികളുമായി യോജിക്കുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ എനിമി എന്ന് പറയുന്നത് കോൺഗ്രസും BJP-യാണ്. ഇത് രണ്ടുമല്ലാത്തൊരു കൂട്ടർ വന്നാൽ നമ്മളതിനെ ഉപയോഗപ്പെടുത്തുക എന്നത് പാർട്ടി കോൺഗ്രസിൻ്റെ തീരുമാനം തന്നെയാണ്. അതുകൊണ്ടാണ് കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ ഒരു ഘട്ടത്തിൽ കോൺഗ്രസിനെതിരെ കേരള കോൺഗ്രസ് ഒരു നിലപാടെടുക്കാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അവർ കൃത്യമായി അത് പാലിച്ചു. ഞങ്ങളും വാക്ക് പാലിച്ചു. ഒരു ഉപാധിരഹിതമായ പിന്തുണ
ജില്ലാ പഞ്ചായത്തിൽ കേരള കോൺഗ്രസിന് കൊടുത്തു. അവർ കോൺഗ്രസിനെതിരെ നിലപാടെടുത്തു. ഞങ്ങളുടെ സപ്പോർട്ട് സ്വീകരിച്ച് അവർ ജയിച്ചു. അവിടെയാണ് തുടക്കം. അതൊരു വലിയ ഒരു സംഭവമായി. കോൺഗ്രസ് വലിയ ശക്തിയായി പ്രതിഷേധിച്ച് കേരള കോൺഗ്രസിനെതിരായി വലിയ ആക്രമണമൊക്കെ കഴിച്ചിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും കേരള കോൺഗ്രസ് കൂട്ടി UDF മുന്നോട്ട് പോകുന്നു. അത് നിങ്ങൾ കണ്ടു. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ ഉപതെരഞ്ഞെടുപ്പിൽ കുഞ്ഞാലിക്കുട്ടിയും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഇവരെല്ലാം ചേർന്ന് മാണിസാറിൻ്റെ വീട്ടിൽ പോയി മാണിസാറിനെ കൂട്ടി ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പിന് പിന്തുണ പ്രഖ്യാപിച്ചു. പക്ഷേ എന്നിട്ടും ചെങ്ങന്നൂരിൽ UDF ജയിച്ചില്ല, LDF ആണ് ജയിച്ചത്. അപ്പോൾ കേരള കോൺഗ്രസ്സുകാരിൽ വീണ്ടും ഒരു പുനർചിന്തനം വന്നു. ഇങ്ങനെ നിൽക്കുന്ന ഘട്ടത്തിലാണ് അവിടെ ജില്ലാ പഞ്ചായത്തിലെ എഗ്രിമെൻ്റ് പാലിച്ചില്ല എന്ന കാരണം പറഞ്ഞ് ജോസ് കെ മാണിക്കെതിരായി UDFൽ കലാപം ഉയർത്തി. അവസാനം ജോസ് കെ മാണിയോടും കൂട്ടരോടും ആലോചിക്കുക തന്നെ അവരെ ചവിട്ടി പുറത്താക്കി. അപ്പോൾ അവരെ ഒരുപാട് അപമാനം സഹിച്ചതിൽ നിന്നു. പക്ഷേ ഈ അവസാനം ഗത്യന്തരമില്ലാതെ ഇവർ ചവിട്ടി പുറത്താക്കിയപ്പോൾ അവരെടുത്തൊരു നിലപാട് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന മഹത്തായ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റാണ്. അതോടൊപ്പം തന്നെ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് ഈ ഗവൺമെൻറ് നടത്തുന്ന ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഞങ്ങൾ സ്വാഗതം ചെയ്തു. ഉപാധിരഹിത പട്ടയം കൊടുത്ത് മലയോര കൃഷിക്കാരെ സഹായിക്കുന്നത് ഞങ്ങൾ ഉയർത്തിയൊരു പ്രശ്നം അംഗീകരിച്ചതാണ്. ഒപ്പം ഈ കാലഘട്ടത്തിൽ സമാനതകളില്ലാത്ത വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ഈ LDF ഗവൺമെൻറ് നടത്തുന്നു. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ഭാവിയിൽ സഹകരിക്കുന്ന ഒരു നിലപാടായിരിക്കും ഞങ്ങളെടുക്കുക എന്ന് ജോസ് കെ മാണി പ്രഖ്യാപിച്ചു. ആ രാഷ്ട്രീയ ലൈൻ പ്രഖ്യാപിച്ചപ്പോഴാണ് ജോസ് കെ മാണി വിഭാഗത്തെ ഇടതുപക്ഷ ജനാധിപത്യമുണ്ടെന്ന് ചേർക്കാൻ സംസ്ഥാനത്തെ പാർട്ടി നേതൃത്വം ശുപാർശ ചെയ്ത് കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച് മുന്നണിയിലേക്ക് പ്രവേശനം അവർക്കുണ്ടായത്. ഒരു വൻ വിജയം അവിടെ ഉണ്ടായപ്പോലും ജോസ് കെ മാണിയുടെ ഒരു പരാജയം അത് എങ്ങനെയാണ് നമ്മൾ കണ്ടത്? ആ പരാജയം എന്ന് പറയുന്നത് വളരെ വ്യക്തമായ ഉള്ളടക്കം നമ്മൾ കണ്ടു. BJPയുടെ വോട്ട് മറിച്ചു കൊടുത്തു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 26,000 വോട്ട് അവിടെ കിട്ടി. അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പ് കണ്ടു, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കണ്ടു. ആ വോട്ട് കിട്ടിയ സ്ഥാനത്ത് ഇപ്പോൾ 14,000 വോട്ട് BJPക്ക് ഇല്ല, 12,000 വോട്ടാണ് ഉള്ളത്. അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥി BJPയുടെ തന്നെ ഇപ്പോൾ BJP നേതൃത്വത്തിന് പരാതി കൊടുത്തു. ഇവിടുത്തെ 14,000 വോട്ട് കാണാനില്ല, അത് ആർക്ക് കൊടുത്തു എന്ന് അന്വേഷിക്കണം, എന്നെ അപമാനിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥി കേന്ദ്ര നേതൃത്വത്തിന് പരാതി കൊടുത്തത്. അപ്പം ഞങ്ങൾ ഉയർത്തിയ ആക്ഷേപം ശരിയാണെന്ന് സ്ഥിരീകരിക്കുകയല്ലേ. കൃത്യമായി ആ വോട്ടിൻ്റെ കച്ചവടം നടന്നത് ഓരോ പഞ്ചായത്ത് വെച്ചെടുത്ത് പരിശോധിച്ചാൽ കാണാം. അങ്ങനൊരു വലിയ കച്ചവടം അത് മാണി സി കാപ്പൻ മാത്രമല്ല, എൻ്റെ കൂടെ UDFും ഒപ്പം അതിൻ്റെ പ്രബലമായ ശക്തികളെല്ലാം കാലേകൂട്ടി ആലോചിച്ച് തീരുമാനമാക്കിയ ഒരു മെയിൻ ടാർഗറ്റായിരുന്നു UDFൻ്റെ. അതാണ് സംഗതി. ഈ ശരിക്കും ഒരു പാർട്ടിയുടെ മധ്യതിരാങ്കുള്ളൊരു സംഘാടകൻ, നല്ലൊരു സംഘാടകനാണ് ശ്രീ VM വാസവൻ എന്ന് പറഞ്ഞ അങ്ങ്. ഇപ്പോൾ ഒരു നല്ലൊരു മന്ത്രിസ്ഥാനം കിട്ടി, എന്ത് കാണുന്നു? വകുപ്പിനെ കുറിച്ചൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു, നല്ല ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്നു. മുൻ കടകംപള്ളി മിനിസ്റ്റർ ചെയ്ത മികച്ച ജനോപകാരപ്രദമായ കുറേ പ്രവർത്തനങ്ങളുണ്ട്. KSRTCക്ക് പോലും ലോൺ കൊടുക്കുന്ന, പെൻഷൻ കൊടുക്കുന്നവരെ സഹായിച്ച ഒരു പദ്ധതിയാണ്. എന്ത് ആണ് അങ്ങയുടെ തരത്തിൽ ഇനി ഒരു പുതിയ പ്ലാൻ? സഹകരണ മേഖല കേരളത്തിലെ വിപുലമായ സാധ്യതകളും സ്വാധീനവും ഉള്ളൊരു മേഖലയാണ്. ജനജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഇടപെട്ടിട്ടുള്ള ഒരു രംഗമാണ് സഹകരണ മേഖല. ഒരുപക്ഷെ സമ്പദ്ഘടന ക്രൈസിസിനെ അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിലെല്ലാം ബലിഷ്ഠമായ കരങ്ങളുമായി ഓടിയെത്തുന്ന ഒരു സമാന്തര സാമ്പത്തിക സങ്കേതം തന്നെയാണ് സഹകരണ മേഖല. അതെ, ഇപ്പോൾ പോരെങ്കിൽ കേരള ബാങ്ക് കൂടി വന്നിരിക്കും. അതൊരു വലിയ സംഭവമാണ്. ആ കേരള ബാങ്കും അതോടൊപ്പം തന്നെ ഇന്ന് സംസ്ഥാനത്തുള്ള 1600-ൽ പരം പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളല്ലേ ബാങ്കുകളും മറ്റ് ഇതര സഹകരണ മേഖലയിലെ പ്രവർത്തനങ്ങൾ, ക്രെഡിറ്റും ഉണ്ട്, നോൺ ക്രെഡിറ്റും ഉണ്ട്, അതെല്ലാം ചേർന്ന് ജനജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇടപെടുന്ന പടർന്ന് പന്തലിച്ച മഹത്തായ ഒരു വടവൃക്ഷമാണ് സഹകരണ പ്രസ്ഥാനം. അതെ, ആ സഹകരണ പ്രസ്ഥാനത്തിന് എന്നെ സംബന്ധിച്ചുള്ള ആ രംഗത്ത് കുറേ അനുഭവങ്ങളുള്ള ആളാണ്. ഞാൻ പ്രാഥമിക സംഘത്തിൻ്റെ ഡയറക്ടറായിട്ടുണ്ട്, അതിൻ്റെ പ്രസിഡൻ്റായിട്ടുണ്ട്,
ജില്ലാ സഹകരണ ബാങ്കിൻ്റെ പ്രസിഡൻ്റായി പ്രവർത്തിച്ചിട്ടുണ്ട്, സംസ്ഥാന സഹകരണ ബാങ്കിൻ്റെ ഡയറക്ടറായി പ്രവർത്തിച്ചിട്ടുണ്ട്. റെപ്കോ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ കുറേ സമയത്തെ ചെയർമാനായിരുന്നു. അതിൻ്റെ ഡയറക്ടറായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഹൗസ് ബെഡിൻ്റെ ഡയറക്ടറായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇങ്ങനെ സഹകരണ മേഖലയിലെ നിരവധി ബാങ്കുകളും സ്ഥാപനങ്ങളും കഴിഞ്ഞ കാലഘട്ടത്തിൽ അതിൻ്റെ ഭരണരംഗത്തുണ്ടായിരുന്ന ചില അനുഭവങ്ങൾ എളിയ തോതിൽ എന്നിലുണ്ട്. നല്ല സഹകാരിയായിരുന്നു. അപ്പോൾ സഹകരണ മേഖലയിൽ ഒരു ദീർഘകാലത്തെ രാഷ്ട്രീയ പ്രവർത്തനം പോലെ തന്നെ സഹകരണ മേഖലയിൽ വലിയ സംഭാവനകൾ ആ കാലഘട്ടത്തിൽ മഹത്തായ ഈ പ്രസ്ഥാനം നൽകിയപ്പോൾ അതിൻ്റെ എളിയ പ്രവർത്തകനായി നിന്നുകൊണ്ട് അതിനോടൊക്കെ ചേർന്ന് നിന്ന് ചില അനുഭവങ്ങളുണ്ട്. അതെല്ലാം ഈ വകുപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രയോജനകരമായി വരുന്ന കാര്യങ്ങളാണ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയവുമില്ല. അതെല്ലാം കൂടി വെച്ചുകൊണ്ട് ഈ വകുപ്പിൻ്റെ തുടർന്നുള്ള വിപുലമായ സാധ്യതയും സ്വാധീനവും പ്രയോജനപ്പെടുത്തി നാനാതരത്തിൽ ജനങ്ങളെ ആശ്വസിപ്പിക്കാൻ കഴിയുന്ന സങ്കേതമാക്കി ഇതിനെ മാറ്റുക. ഇപ്പോൾ കേരള ബാങ്കിൻ്റെ പ്രവർത്തനം വന്നിരിക്കുന്നു. കേരള ബാങ്ക് യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിലെ രണ്ടാമത്തെ ബാങ്ക്. SBI കഴിഞ്ഞാൽ ഏറ്റവും വലിയ ബാങ്ക് കേരള ബാങ്കാണ്. ഏറ്റവും കൂടുതൽ നിക്ഷേപം, ഏറ്റവും കൂടുതൽ ഡെപ്പോസിറ്റ്, പിന്നെ ലോൺ ഔട്ട്സ്റ്റാൻഡിങ്ങും ഡെപ്പോസിറ്റ് എല്ലാം എടുത്ത് പരിശോധിച്ചാൽ SBI കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇതാണ് സഹകരണ ബാങ്ക്. അപ്പോൾ സഹകരണ ബാങ്ക് ഈ കേരള ബാങ്കിനെ സംബന്ധിച്ചോളം ഇനിയും സാധ്യതകളുണ്ട്. ഇപ്പോൾ RBIയുടെ ചില നിയന്ത്രണങ്ങളുണ്ട്. ഇപ്പോൾ കേരള ബാങ്കിന് NRI നിക്ഷേപത്തിന് അവസരമായിരിക്കുന്നു. അതുകൂടെ വരുമ്പോഴേക്ക് നല്ല രൂപത്തിൽ കേരള ബാങ്ക് മുന്നോട്ട് വന്നു സമീപകാല ഭാവിയിൽ SBIയോടൊപ്പം എത്താനോ അതിന് മുന്നിലെത്താനോ കേരള ബാങ്കിന് കഴിയുന്ന സാഹചര്യമുണ്ട്. അത് നന്നായി പ്രയോജനപ്പെടുത്തും. അപ്പോൾ കേരള ബാങ്ക് സമീപകാല ഭാവിയിൽ കേരളത്തിലെ നമ്പർ 1 ബാങ്കായും രൂപാന്തരപ്പെടും. അതിനുള്ള എല്ലാ സാധ്യതകളും സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ NRI നിക്ഷേപമൊക്കെ സ്വീകരിക്കാൻ കഴിയുന്ന സ്ഥിതിയെത്തി. അതോടൊപ്പം തന്നെ ആധുനിക വായ്പാ സംവിധാനങ്ങൾ നടപ്പാക്കുന്നു. അതുപോലെ ബാങ്കിങ് മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്ന മറ്റ് എല്ലാ തരത്തിലുള്ള പശ്ചാത്തല സൗകര്യം ഒരുക്കി മോഡേൺ ബാങ്കിങ് സിസ്റ്റം ബാങ്കിൽ നടപ്പാക്കുന്നു. ഇതെല്ലാം ഇടപാടുകാരെ സംബന്ധിച്ചോളം വീട്ടിൽ നിന്ന് തന്നെ അവരുടെ ഇടപാടുകൾ നടത്താൻ കഴിയുന്ന ഒരു മൊബൈൽ ഫോൺ കയ്യിലുണ്ടെങ്കിൽ അതുകൊണ്ട് നിക്ഷേപമോ ലോണോ അല്ലെങ്കിൽ മറ്റേത് തരത്തിലുള്ള ട്രാൻസാക്ഷൻ നടത്താൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള എല്ലാ സിസ്റ്റവും ഇതിനകത്ത് നടപ്പാക്കാൻ പോകുക. ഈ കേരള ബാങ്ക് ഡെവലപ്മെൻ്റ് ആകുമ്പോൾ സഹകരണ ബാങ്കിക്ക് ഉണ്ടാകുന്ന ഗുണം എന്താണ്? അതായത് കേരള ബാങ്ക് എന്ന് പറയുന്നത് പ്രാഥമിക കാർഷിക സംഘത്തിൻ്റെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അപെക്സ് ബോഡിയായി തന്നെ പ്രവർത്തിക്കും. മുമ്പ് ഒരു 3 ടയർ സിസ്റ്റമാണ് നമുക്കുണ്ടായത്. പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾ, ഡിസ്ട്രിക്ട് ബാങ്കുകൾ, സംസ്ഥാന സഹകരണ ബാങ്ക്. അപ്പോൾ പ്രാഥമിക ബാങ്കുകളുടെ അപെക്സ് ബോഡിയായിരുന്നു ജില്ലാ ബാങ്ക്. ജില്ലാ ബാങ്കുകളുടെ അപെക്സ് ബോഡിയായിരുന്നു സംസ്ഥാന സഹകരണ ബാങ്ക്. മുമ്പ് നബാർഡൊക്കെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് വന്നിരുന്ന ഘട്ടത്തിൽ മിനിമം ഇൻവോൾവ്മെൻ്റ് വെച്ചിട്ട് അത് നടപ്പാക്കിയിരുന്നു. അപ്പോൾ ഇപ്പോൾ DCB എന്ന് വെച്ചാൽ ജില്ലാ സഹകരണ ബാങ്കുകളെല്ലാം ഇല്ലാതായി. അതെല്ലാം കൂടെ ചേർന്നാണ് കേരള ബാങ്ക് ഉണ്ടായത്. ആ കേരള ബാങ്ക് രൂപം കൊണ്ടപ്പോൾ പ്രാഥമിക ബാങ്കുകളെല്ലാം കേരള ബാങ്കിനെ അഫിലിയേറ്റ് ചെയ്യും. അങ്ങനെ ഇപ്പോൾ കേരള ബാങ്കിൻ്റെ ഭരണം എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണസമിതിയാണ്. കേരള ബാങ്കിൻ്റെ ഭരണസമിതിയെ തിരഞ്ഞെടുക്കുന്നത് ഈ പ്രാഥമിക ബാങ്കുകളുടെ പ്രതിനിധികൾ വന്ന് വോട്ട് ചെയ്താണ്. 14 ജില്ലകളിലെ പ്രതിനിധികൾ വന്നിട്ട് വോട്ട് ചെയ്തിട്ടാണ് ജയിക്കുന്നത്. അതിൽ മലപ്പുറം ജില്ല നേരത്തെ ഇതിലുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് മലപ്പുറം ബാങ്ക് കൂടി കേരള ബാങ്കിനോട് ലയിക്കണം എന്നുള്ള വിധി വന്നു. അവരതിൻ്റെ ചെറിയ അപ്പീലുമായി ഡിവിഷൻ ബെഞ്ചിൽ പോയിട്ടുണ്ട്. അതിന് RBIയുടെയും മറ്റുള്ളവരുടെ എല്ലാം നിലപാട് മലപ്പുറം ബാങ്ക് കൂടി ഇത് ലയിക്കണം എന്നുള്ളതാണ്. അതിൻ്റെ വിധി കാത്ത് ഞങ്ങൾ നിൽക്കുകയാണ്. അപ്പോൾ ഈ രംഗത്ത് ആ വിധിയുടെ വന്നു കഴിഞ്ഞാൽ തുടർന്ന് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കും. ഇപ്പോൾ പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾക്ക് അല്ലെങ്കിൽ പ്രാഥമിക ബാങ്കുകൾക്ക് കേരള ബാങ്കിൽ അഫിലിയേഷൻ എന്ന് പറയുമ്പോൾ ഓരോ നിക്ഷേപകനും ആ നിക്ഷേപകർക്കെല്ലാം കൂടുതൽ സുരക്ഷിതത്വവും, അപ്പോൾ ഇവിടെയുള്ള സർപ്ലസ് ഫണ്ട് സാധാരണ ജനജീവിതത്തെ വലിയ രൂപത്തിൽ സഹായിക്കാൻ കഴിയുന്ന നൂതനമായ വായ്പാ സംവിധാനങ്ങൾ ആവിഷ്കരിച്ച് താഴേക്കും കൊടുക്കും. ഈ പ്രാഥമിക സഹകരണ സംഘങ്ങൾ എന്ന് പറയുന്നത് കേരള ബാങ്കിന്റെ ബ്രാഞ്ച് ലെവലാണോ? ബ്രാഞ്ച് അല്ല, അഫിലിയേഷനുള്ള സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന സംഘങ്ങളാണ്. അങ്ങനെ ബ്രാഞ്ച് എന്ന് പറയുന്നത് വേറെയുണ്ട്. കേരളത്തിൽ ഏതാണ്ട് 750-800 ഇടയ്ക്ക് ബ്രാഞ്ച് കേരള ബാങ്കിനുണ്ട്. അതേസമയത്ത് കേരളത്തിൽ 1630 പ്രാഥമിക ബാങ്കുകൾ വേറെയുണ്ട്. അപ്പോൾ പ്രാഥമിക ബാങ്കുകൾക്ക് സ്വതന്ത്രമായൊരു ഭരണസമിതിയും അവിടെ ട്രാൻസാക്ഷൻ എല്ലാം കൃത്യമായി നടക്കുന്നു. അവർ ആ ബാങ്കുകൾ ഈ ബാങ്കിനോട് അഫിലിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ വരുന്ന സർപ്ലസ് ഫണ്ടുകൾ
എപ്പോഴും ഈ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പം ഇനി കൂടുതൽ നമ്മൾ കേരള ബാങ്കിന് മുൻതൂക്കം കൊടുത്തായിരിക്കും നമ്മുടെ 5 വർഷത്തെ ഭാവി പ്രവർത്തനം. അപ്പോൾ ഈ പ്രാഥമിക ബാങ്കുകൾക്ക് വലിയ സഹായമാണ് കേരള ബാങ്ക് എന്ന്. കാരണം ബലിഷ്ടമായൊരു കരം വന്നില്ലേ. അതെ, അവരുടെ സർപ്ലസ് ഉള്ളത് കേരള ബാങ്ക് കൊടുക്കും എന്ന് പറയുന്ന പോലെ തന്നെ കേരള ബാങ്കിൽ എപ്പോഴൊക്കെ ആവശ്യം പ്രാഥമിക ബാങ്കുകൾക്ക് വരുന്നു അപ്പോൾ കേരള ബാങ്ക് അങ്ങോട്ടും സഹായിക്കും. ഇപ്പോൾ ഏതെങ്കിലും ഓടി വേണം, സ്പെഷ്യൽ ഓടി റൺ വരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുതിയ വായ്പാ സിസ്റ്റം നടപ്പാക്കുന്നു, കേരള ബാങ്കിൽ നിന്നൂടെ വായ്പ എടുത്തിട്ടായിരിക്കും പ്രാഥമിക സംഘം നടപ്പാക്കുക. ഓൺ ഫണ്ട് ഇല്ലാത്തവർ, അപ്പോൾ ഓൺ ഫണ്ട് ഉള്ളവർ അതിൽ നിന്ന് എടുത്ത് കൊടുക്കും, ഇല്ലെങ്കിൽ ഇവിടുന്ന് വായ്പ എടുത്തിട്ടായിരിക്കും കൊടുക്കുക. ഇപ്പോൾ സംസ്ഥാനത്തെ ഒരു സാമ്പത്തിക ഭദ്രത ഒരു കറക്റ്റാവും. അപ്പോൾ ഏറ്റവും ഞാൻ ആദ്യം സൂചിപ്പിച്ച വാചകം ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ശരിയാണ്. ഒരു സമാന്തര സാമ്പത്തിക സ്രോതസ്സാണ് സഹകരണ പ്രസ്ഥാനം കേരളത്തിൽ. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ തന്നെ സൂചിപ്പിച്ച KSRTCയിലെ പെൻഷൻ UDF ഗവൺമെൻറ് കാലത്ത് 17 പേര് ആത്മഹത്യ ചെയ്തു. അതെ, LDF ഗവൺമെൻറ് വന്നപ്പോൾ ആ മേഖല ഇപ്പോൾ ആത്മഹത്യ ഇല്ലല്ലോ. എന്തുകൊണ്ടാണ്? LDF തീരുമാനിച്ചു സഹകരണ ബാങ്കിൽ കൂടി അവരുടെ പെൻഷൻ കൃത്യമായി ലഭ്യമാക്കാൻ. സഹകരണ ബാങ്കിന് പിന്നീട് കൊടുക്കും ഗവൺമെൻറ് KSRTCയുടെ പെൻഷൻ കൊടുക്കുന്ന കാര്യത്തിൽ അത് കൃത്യമായി ഇപ്പോൾ നിർവഹിക്കുകയാണ് സഹകരണ. ഒരു വർഷം ബസ് ഓടാതെ തന്നെ കൃത്യമായി ശമ്പളവും പെൻഷനും കൊടുക്കുന്നു. അതെ, അപ്പോൾ കൃത്യമായി ഈ കാര്യങ്ങളെല്ലാം നിർവഹിച്ചു പോകുന്ന രൂപത്തിലേക്ക് വരുന്നു. അപ്പോൾ സഹകരണ മേഖല വലിയ സാധ്യതകളും സ്വാധീനങ്ങളും ഉണ്ട്. അത് എല്ലാ മേഖലയും സഹായിച്ചും സഹകരിച്ചുമാണ് മുന്നോട്ട് പോവുക. കാർഷിക മേഖലയിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും ഇതാണ് സഹകരിക്കുക. അതിലെല്ലാം നിങ്ങൾ 2 പ്രതിസന്ധി ഘട്ടം എടുത്തോളൂ. ഒന്ന് കേരളത്തിലെ പ്രളയക്കെടുതി, ഒരു നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയം 2018 നമ്മൾ കണ്ടു, 19 കണ്ടു. ഈ പ്രളയക്കെടുതിയിൽ 2500ഓളം വീട് വെച്ചു കൊടുത്തത് സഹകരണ മേഖലയാണ് കേരളത്തിൽ. അതെ, മാത്രമല്ല മുഴുവൻ ദുരിതാശ്വാസ ക്യാമ്പുകളെയും നല്ല രൂപത്തിൽ ചലിപ്പിക്കുന്നതിന് അവർക്ക് വേണ്ട എല്ലാ സാധന സാമഗ്രികളും എത്തിച്ചു കൊടുത്ത് വിഷമതകൾ അനുഭവിച്ചോ പ്രയാസങ്ങൾ അനുഭവിച്ചപ്പോൾ ബലിഷ്ഠമായ കരങ്ങളുമായി ഒരു വലിയ സഹായഹസ്തമായി ഓടിയെത്തിയത് സഹകരണ മേഖലയാണ്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ കോവിഡ് എന്ന മഹാമാരി വന്നപ്പോഴും വാക്സിൻ ചലഞ്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ഇപ്പോൾ ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത് സഹകരണ മേഖലയിലാണ് അതിൻ്റെ സമ്പത്ത്. അതിൻ്റെ ലാഭത്തിൽ നിന്നാണ് കോമൺ ഗുഡ് ഫണ്ട് എന്ന് പറയുന്നൊരു ഹെഡുണ്ട് ഈ പ്രാഥമിക ബാങ്കുകൾക്ക്. ആ കോമൺ ഗുഡ് ഫണ്ടിൽ നിന്ന് ഇത്തരം കേസസ് വരുമ്പോൾ അവർക്ക് പൈസ കൊടുക്കാം. അത് വേറെ ആർക്കും ഒരു നഷ്ടം ഉണ്ടാകുന്നില്ല. ലാഭത്തിൽ നിന്നൊരു വിധം മാറ്റിയിട്ടുണ്ടാക്കുന്നതാണ് ഈ കോമൺ ഗുഡ് ഫണ്ട്. അതെ അതെ. അപ്പോൾ ഇതുപോലുള്ള ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളും ദുരിതങ്ങളും മഹാമാരികളൊക്കെ വരുമ്പോൾ അതിന് സഹായിക്കാൻ കൂടി ഇത്തരം ഫണ്ടുകൾ വിനിയോഗിക്കാൻ കഴിയും. അത് കേരളത്തിൽ നിന്ന് അത്തരത്തിൽ ഫണ്ട് വളരെ പെട്ടെന്ന് എടുത്ത് വിനിയോഗിക്കാൻ കഴിയുന്ന ഒരു മേഖല സഹകരണ ബാങ്കുകളിലാണ്. എപ്പോഴും സേഫാണ് നമുക്ക് അത്യാവശ്യം. ഏത് പ്രതിസന്ധി, അതായത് പറഞ്ഞ മുമ്പേ സൂചിപ്പിച്ച വാചകം അക്ഷാത്തിൽ ശരിയായി. ഏത് പ്രതിസന്ധിയിലും പ്രയാസങ്ങളിലും ദുരിതങ്ങളിലും ജനങ്ങൾ ഓടിയെത്തി അവരെ ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന സഹകരണ പ്രസ്ഥാനം. അതുപോലെ തന്നെയാണ് അങ്ങയുടെ മറ്റൊരു വകുപ്പാണ് രജിസ്ട്രേഷൻ വകുപ്പ്. വളരെ നൂതനമായിരുന്ന വകുപ്പ് ഇപ്പോൾ വളരെ ഡിജിറ്റലൈസ് ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ്. അതിൻ്റെയൊക്കെ ഒരു ഘട്ടം എന്തായിരിക്കും? അത് സംബന്ധിച്ച് ഒട്ടേറെ ആധുനികവൽക്കരണം ഇപ്പോൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സുധാകരൻ മന്ത്രിയായിരുന്ന കാലത്ത് അത് കുറെ കൂടി ഇനിയും മുന്നോട്ട് പോകാൻ ആവശ്യമായ ചില നയങ്ങളിപ്പോൾ ആവിഷ്കരിച്ച് വരിക, ഞങ്ങൾ ചർച്ച ചെയ്യാണ്ടിരിക്കുക. അത് ഡിജിറ്റലൈസ് ചെയ്യുമ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഒരു 50,000-ൽ പരം ആധാര എഴുത്തുകാർ കേരളത്തിലുണ്ട്, ഡോക്യുമെൻ്റ് റൈറ്റേഴ്സ്. ആ 19,000 അല്ലെങ്കിൽ 10,000 ആളുകൾ വരുന്ന അവരെ കൂടി നമുക്ക് നിലനിർത്തിക്കൊണ്ട് ആധുനികവൽക്കരണം. ആധുനികവൽക്കരണം വരുമ്പോൾ നിലവിലുള്ള തൊഴിലില്ലാതായി കുറേ ആളുടെ തെരുവിലേക്ക് വിട്ട് ആധുനികവൽക്കരണത്തിൻ്റെ അർത്ഥമില്ല. അവരെ കൂടി സംരക്ഷിച്ചുകൊണ്ട് എങ്ങനെ ഇതിനകത്ത് ഡിജിറ്റലൈസേഷൻ നടപ്പാക്കാമെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ആലോചിക്കുക. അത് ഞങ്ങൾ ചർച്ച ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. സമീപകാല ഭാവിയിൽ ആ ഒരു മേഖല ഓൺലൈൻ സമ്പ്രദായം തന്നെ അതിൽ കൊണ്ടുവന്ന് കുറ്റമറ്റതാക്കി ഒരു അഴിമതിരഹിത വകുപ്പായി ആ വകുപ്പിനെ മാറ്റിയെടുക്കും. ഒരു മന്ത്രി എന്നുള്ളത് സംസ്ഥാനത്തിൻ്റെ സ്വത്താണ്. പക്ഷേ VM വാസവൻ എന്ന് പറഞ്ഞ സഖാവ് കോട്ടയത്തിൻ്റെ സ്വത്താണ്. അപ്പോൾ മന്ത്രി സ്ഥാനത്തിരുന്നുകൊണ്ട് കോട്ടയത്തിന് വേണ്ടി എന്തൊക്കെയാണ് ഒരു പ്ലാൻ ഉള്ളത്? കോട്ടയത്ത് നിശ്ചയമായി അവിടുത്തെ ജനങ്ങൾ കോട്ടയത്തു നിന്നും ഏറ്റുമാനൂരിൽ നിന്നും എന്നെ തിരഞ്ഞെടുത്ത് അയച്ചിട്ടുണ്ട്. കോട്ടയത്ത് നിന്ന് തിരഞ്ഞെടുത്ത് അയച്ചപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് എൻ്റെ എളിയ കഴിവുകൾ വിനിയോഗിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ അന്ന് ഞാൻ ചെയ്തിരുന്നു. ഇപ്പോൾ ഏറ്റുമാനൂരിലെ ജനങ്ങൾ വലിയ ഭൂരിപക്ഷത്തോടെയാണ് തിരഞ്ഞെടുപ്പ് അയച്ചത്. അവിടുത്തെ ജനങ്ങൾ എന്നിൽ അർപ്പിച്ച സ്നേഹവും വിശ്വാസവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് സംസ്ഥാനത്താകെ ഒരു മന്ത്രി എന്ന രൂപത്തിൽ ജനകീയ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് സത്യപ്രതിജ്ഞ ഞങ്ങൾ പൂർണ്ണമായി പാലിച്ച് ഞങ്ങളുടെ ഭരണ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ പ്രവർത്തന രംഗത്ത് ഈ കേരളം മുഴുവൻ നടന്നു പ്രവർത്തിക്കാൻ പോകുമ്പോൾ കോട്ടയത്തിൻ്റെ കൈയുണ്ട്. അല്ല ഒരു ഒരു ഉപമ പറഞ്ഞാൽ ജ്ഞാനപീഠ അവാർഡ് ജേതാവ്
നിങ്ങൾക്കെല്ലാം അറിയാവുന്ന സഞ്ചാര സാഹിത്യകാരനായ എസ് കെ പൊറ്റക്കാട് എന്ന ശങ്കരൻ പൊറ്റക്കാട് അദ്ദേഹത്തിൻ്റെ യാത്രാവിവരണത്തിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ യാത്രാവിവരണങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. ആ ഒരു യാത്രാവിവരണത്തിൽ ഒരു ആമുഖത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന ഒരു എഴുത്തുകാരനാണ്, പക്ഷേ കോമ്പസ് പോലെയാണ് പ്രവർത്തിക്കുക. വെച്ചാൽ ഒരു കാലം ഒരു നിശ്ചിത പോയിന്റ് കുത്തി കറങ്ങി സർക്കിൾ വരയ്ക്കുക. അപ്പോൾ ഈ സംസ്ഥാനം മുഴുവൻ കറങ്ങുമ്പോഴും ഒരു കാല് ഈ കോട്ടയം ജില്ലയിൽ കുത്തിയിട്ട്, പ്രത്യേകിച്ച് ഏറ്റുമാനൂർ മണ്ഡലമാണ് എൻ്റെ മണ്ഡലം, ആ മണ്ഡലം കൂടി ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കും സംസ്ഥാനം മുഴുവൻ ഈ വിഷയങ്ങൾ ഏറ്റെടുത്ത് എൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റാൻ മുന്നോട്ട് പോവുക. വലിയൊരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ എന്താണ് അടുത്ത 5 വർഷത്തേക്ക് ഡ്രീം പ്രോജക്റ്റ്? അല്ലെങ്കിൽ UDF അല്ലെ LDF സർക്കാരിന് എപ്പോഴും ഉണ്ടാവും ഒരു 100 ദിവസം 10 ദിവസം അങ്ങനെ പല പല കർമ്മതും ഉണ്ടാവും. അപ്പോൾ സഹകരണ മേഖലയിൽ അങ്ങയുടെ അടുത്തുള്ള വലിയൊരു യജ്ഞം തന്നെ നടക്കാൻ പോവുകയാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ ഐഡിയ ഉണ്ടോ? മുൻകൂട്ടി അതൊന്നും ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത് ശരിയല്ല. ഞാൻ ആ വിഷയത്തിൽ ഇപ്പോൾ വകുപ്പ് സെക്രട്ടറിയായി സംസാരിച്ചു, ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുകളുമായി സംസാരിച്ചു. ഇനിയും ഈ മേഖലകളിൽ പ്രവർത്തിക്കുന്ന നാനാതരത്തിലുള്ള ഓർഗനൈസേഷൻ ഉണ്ട്. ഒന്ന്, സഹകരണ രംഗത്ത് ക്രെഡിറ്റ് ബാങ്കുകൾ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കേപ്പ് പോലുള്ള എഞ്ചിനീയറിംഗ് കോളേജ് ഉൾപ്പെടെ നടക്കുന്ന സ്ഥാപനങ്ങൾ, മറ്റ് ആശുപത്രികൾ, അതേപോലെ തന്നെ മറ്റ് ഹൗസിംഗ് ഫെഡറേഷനുകൾ, ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ, ഇങ്ങനെ ജനജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിൽ ഇടപെടുന്ന ഒരു കൂട്ടരാണ് സഹകരണം. അതുകൊണ്ട് ഇവരുടെ എല്ലാം എത്ര ഓർഗനൈസേഷനാണ് ഉള്ളതെന്ന് നോക്കി അതിൻ്റെ ഓരോന്നിൻ്റെയും ഓർഗനൈസേഷൻ്റെ ചോടിമാരും ഒപ്പം ഈ കാര്യത്തിൽ ഞങ്ങളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ചില വെൽഫെയർ ബോർഡ് പോലുള്ള ഒട്ടേറെ ബോർഡുകൾ, ആ ബോർഡുകളുടെ അധിപന്മാർ ഇവരെല്ലാമായി ചർച്ച നടത്തി ഈ കാര്യത്തിൽ പ്രമുഖരായ സഹകാരികളുണ്ട് ഈ സംസ്ഥാനത്ത്, നമ്മളെക്കാൾ അനുഭവ സമ്പത്തും അറിവുള്ളവർ. അത്തരത്തിലുള്ള സഹകാരികളുടെയൊക്കെ തന്നെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ കേട്ട് ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഈ മേഖലയിലെ ഒരു നയപ്രഖ്യാപനങ്ങൾ നടത്തും. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രഖ്യാപിച്ച പ്രകടന പത്രികയിലെ പ്രഖ്യാപിത നയങ്ങൾക്ക് വിധേയമായി ഈ മേഖലയിൽ നിന്നുകൊണ്ടതെല്ലാം കൂടുതൽ സാധ്യതകളും സ്വാധീനം ഉറപ്പിക്കാം. അത് ഞങ്ങൾ തയ്യാറാക്കി ക്യാബിനറ്റിൽ കൊടുത്ത് അവിടെ അംഗീകാരം വാങ്ങിയതിന് ശേഷം അത്തരം കാര്യങ്ങൾ പ്രഖ്യാപിക്കാം. അത് അഡ്വാൻസായി കയറി എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞ് അത് ഏതൊരു പദ്ധതി നടപ്പിലാക്കുമ്പോഴും ആ പദ്ധതിയുടെ ഗുണവും ദോഷവും നമ്മൾ രണ്ടും പരിശോധിക്കണം. അതിൽ മഹാഭൂരിപക്ഷം ജനങ്ങൾക്ക് ഗുണവും ഒരു ചെറിയ ശതമാനത്തിന് മാത്രം ദോഷവും വരുന്നതിന് മഹാഭൂരിപക്ഷം എടുക്കാം. അതേസമയത്ത് ഭൂരിപക്ഷം ദോഷവും ചില കൂട്ടർക്ക് മാത്രം ഗുണമാണെങ്കിൽ അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഏതൊരു പുതിയ പദ്ധതി ആവിഷ്കരിക്കുമ്പോഴും അതിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് നമ്മൾ നന്നായി പഠിച്ചും മനസ്സിലാക്കിയും ചെയ്യുന്നതാണ് ശരി. അപ്പോൾ നമുക്ക് അപകടം പറ്റാൻ മുന്നോട്ട് പോകാൻ കഴിയും. അല്ലെങ്കിൽ എടുത്തിയാടി നമ്മൾ അത് ചെയ്തു എന്നെല്ലാം പ്രഖ്യാപിച്ചതിന് ശേഷം നാളെ ആളുടെ മുമ്പിൽ അവകാശത്തിലാവും. ആ കാര്യങ്ങൾ ശാന്തമായി എന്നേക്കാൾ ഈ കാര്യത്തിൽ അറിവുള്ളവരോട്, ഈ കാര്യത്തിൽ മറ്റു വകുപ്പുകൾ പരിചയമുള്ളവരോട്, സഹകാരികളോട് ഒക്കെ തന്നെ ചിലർക്ക് വിലപ്പെട്ട നിർദ്ദേശങ്ങൾ തരാൻ കഴിയും, ചിലർക്ക് അഭിപ്രായങ്ങൾ തരാൻ കഴിയും. നമ്മളൊരു വിഷയം അവതരിപ്പിക്കുമ്പോൾ നമ്മൾ കാണാത്ത ചില കാര്യങ്ങൾ മറ്റുള്ളവരുടെ ഇത്, അതാണ് ഈ ചർച്ചകൾ കൊണ്ടൊക്കെ ഗുണം. അങ്ങനെ കാര്യങ്ങൾ പഠിച്ചും മനസ്സിലാക്കി സമീപകാല ഭാവി നയവും പ്രഖ്യാപിച്ച് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കും. മന്ത്രിയുടെ നിലപാട് വ്യക്തമാണ്. VM വാസവൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു വൻ വിജയം എന്തായാലും സംസ്ഥാനത്തെ സഹകരണ വകുപ്പിനും ഉണ്ടാകും. അതിന് എല്ലാവിധ ഒരു പിന്തുണയും അടുത്തൊരു 5 വർഷം ഉള്ള എല്ലാം ഉണ്ടാകുമെന്നും എല്ലാ സർവ്വ കാര്യത്തിലും വിജയിക്കട്ടെ എന്നുള്ള ആശംസ നേരുന്നു. നന്ദി, നമസ്കാരം.